പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയം പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് മീഡിയയിലൂടെ അല്പസമയം തിരുവചനം സംസാരിക്കുവാനായി അടിയന് സർവശക്തനായ ദൈവം വലിയൊരു അവസരം ഒരുക്കിയതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ തിരുവചന സംസാരത്തിനായി അവസരമൊരുക്കിയ പ്രാർത്ഥനാധ്വനി ഇന്റർനാഷണൽ ഡയറക്ടർ പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവർകൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ജനറൽ കോർഡിനേറ്റർ ആയിരിക്കുന്ന കർത്താവിനദാസൻ ഇവാഞ്ചലിസ്റ്റ് സാജൻ കെ ജോർജ് എന്നിവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സമയം തിരുവചന കേൾവിക്കായി പ്രാർത്ഥനാധ്വനിയുടെ ഫേസ്ബുക്കിൽ അടിയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാധ്വനിയുടെ പ്രവർത്തനങ്ങൾ വിവിധ ചാപ്റ്ററുകളിലായിട്ട് അനുഗ്രഹകരമായി മുന്നോട്ട് പോകുന്നതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെയും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ അനേകരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും വ്യത്യസ്തമായ നന്മകൾ ചെയ്യുവാനും ഒക്കെ പ്രാർത്ഥനയുടെ കൂട്ടായ്മയെ ദൈവം ദിനംതോറും ബലപ്പെടുത്തുന്നതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനൊക്കെയും അനുഗ്രഹമായ നേതൃത്വത്തെ ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഈ നാളുകളിൽ ഓരോ വിഷയങ്ങൾ ഓരോ മാസവും ഒരു തീമായി എടുത്തുകൊണ്ട് അതിൽ തിരുവചനങ്ങൾ എങ്ങനെ ശ്രമിച്ചു വരികയാണല്ലോ. ഈ മാസം ജൂലൈ മാസത്തെ നമ്മുടെ ചിന്താ വിഷയമെന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് ഓഫ് ഗോഡ്, അഥവാ ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും നാം അതിനെ പറ്റിയിട്ട് അനുഗ്രഹമായൊരു തിരുവചന ഘോഷണം ഒരു കർത്തൃദാസിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ സർവശക്തനായ ദൈവം നൽകി തന്ന ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അല്പസമയം നമുക്ക് അതിനു വേണ്ടിയിട്ട് വേർതിരിക്കാം. അതിനായിട്ട് ഒരു വചനം വായിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 25-ാം അധ്യായം 23-ാമത്തെ വചനം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 23-ാം വചനം. അതിങ്ങനെയാണ് വായിക്കുന്നത്: അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. കുറുവാക്യമായിട്ട് നാം എടുത്തിട്ടുള്ള വചനം ഇതാണ്, നമ്മുടെ വിഷയത്തോടനുബന്ധിച്ചുള്ള വചനം. എന്നാൽ ആ വചനത്തിൽ നിന്ന് ഇപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, അതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുന്നേ ആയിട്ട് നാം ഇവിടെ കേട്ട വിഷയം, ആ വിഷയത്തിനെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതിന് ഞാനൊരു 3-4 പാർട്ടായിട്ട് തിരിച്ച് ആ ഓരോ ഭാഗങ്ങളും വിശദീകരിച്ച് നമ്മുടെ വചന സംസാരത്തെ ഉപസംഹരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ആദ്യം നമുക്ക് എന്താണ് വിശ്വസ്തത, ആരാണ് ദാസൻ, ആരാണ് ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ, എങ്ങനെയുള്ള ജീവിതം നയിച്ചാലാണ് ഒരു വിശ്വസ്ത ദാസനായി തീരുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വിശ്വസ്ത ദാസനായി തീരുവാൻ കഴിയുന്നത് എന്നുള്ളതിനെ പറ്റി കേട്ടോ വ്യത്യസ്തമായ ചില ചിന്തകൾ നമുക്ക് താഴോട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇതിൽ എന്താണ് വിശ്വസ്തത? നാം എപ്പോഴും നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെയും പലപ്പോഴും ഒരു ഉപയോഗിക്കുന്ന വാക്ക് തന്നെയാണ് ഈ വിശ്വസ്തത എന്നുള്ളത്. അതായത് വിശ്വസ്തരായിരിക്കുക അല്ലെങ്കിൽ വിശ്വസ്തത കാണിക്കുക എന്നുള്ളത് ഇന്ന് പലപ്പോഴും നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയാത്ത ഒന്നാണ്. വിശ്വസ്തത എന്നുള്ളത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു കാര്യമാണ് വിശ്വസ്തത എന്നുള്ളത്. അല്ലെങ്കിൽ നാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നമുക്കൊരു മാനേജർ ഉണ്ടാവും, അതിന് താഴെ അവരുടെ സ്റ്റാഫ് സബോർഡിനേറ്റേഴ്സ് ഉണ്ടാവും, അതിന് താഴെ ജൂനിയർ സ്റ്റാഫ്സ് ഉണ്ടാവും, അങ്ങനെ ട്രെയിനീസ് ഉണ്ടാവും, അങ്ങനെ പലരും ഉണ്ടാവും. അപ്പോൾ ഈ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ഈ ഓരോ അധികാര സ്ഥാനങ്ങൾ മുകളിലോട്ട് പോകുമ്പോഴും ആ മുകളിലുള്ളവർക്ക് താഴെ തട്ടിലുള്ളവർ വിശ്വസ്തരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യാദികൾ കൃത്യമായി ചെയ്തു തീർക്കുന്നതിൽ അവർ വിശ്വസ്തത പുലർത്തണം. ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് വിശ്വസ്തയോടുകൂടെയും ചെയ്യാം, വിശ്വസ്തത ഇല്ലാതെ എന്നാൽ ഉത്തരവാദിത്തം ചെയ്തു തീർക്കുന്നതും ആവാം. എന്നാൽ തിരുവചനത്തിലൂടെ നാം കാണുമ്പോൾ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്
വിശ്വസ്തയോടുകൂടെ ചെയ്തു തീർക്കണമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സങ്കീർത്തനങ്ങൾ 33 അധ്യായം അതിന്റെ 4 വചനത്തിൽ നാം നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, യഹോവയുടെ വചനം നേരുള്ളത്, അവന്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ആരുടെ? യഹോവയുടെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളതെന്ന്. നാം ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു മനുഷ്യനെ നമുക്ക് പൂർണ്ണമായ വിശ്വസ്തതയുള്ള വ്യക്തിയാണ് ഇയാളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരത്തില്ല. എന്നാൽ തിരുവചനത്തിൽ പറയുന്നത് ദൈവത്തിന്റെ സകല പ്രവൃത്തികളും വിശ്വസ്തതയുള്ളത്. ദൈവം തൻ്റെ മക്കളായിരിക്കുന്ന നമ്മെക്കുറിച്ചും ഉദ്ദേശിക്കുന്നത് നാമും നമ്മുടെ പ്രവൃത്തികളിലെല്ലാം വിശ്വസ്തതയുള്ളവരായിരിക്കണമെന്ന് തന്നെയാണ്. അത് ആത്മീക കാര്യത്തിൽ മാത്രമല്ല, ആത്മീക കാര്യമായാലും നമ്മുടെ ഉപജീവന മേഖലയിലായാലും നമ്മുടെ മറ്റ് വ്യക്തിപരമായ നാം ഇടപെടുന്ന മേഖലകളിലായാലും ഏതൊരു കാര്യത്തിലും നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവരായിരിക്കണം ദൈവമക്കൾ എന്നുള്ളത്. അതാണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം ഇവിടെ ചിന്തിക്കുന്ന വിഷയത്തിന്റെ ഒരു ഭാഗമാണ് എടുത്തത് എന്താണ് വിശ്വസ്തത എന്നുള്ളത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ഇന്ന കാര്യങ്ങൾ ഡെയിലി ചെയ്യണം, നിന്റെ താഴെ ജോലി ചെയ്യുന്നവരുടെ ഇന്ന കാര്യങ്ങൾ നോക്കണം. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നാം ഒരുപക്ഷെ നമുക്ക് വ്യക്തിപരമായ ഒരു അടുപ്പമൊക്കെ ഉണ്ടായി വരുമ്പോൾ നാം ചില കാര്യങ്ങളൊക്കെയും കണ്ണടച്ചൊക്കെ കുഴപ്പമില്ല, അവരങ്ങനെ ചെയ്തോട്ടെ, അത് നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വിടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മാനേജേഴ്സിനോട് അല്ലെങ്കിൽ നമ്മെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവരോട് നാം അവിടെ ഒരു വിശ്വസ്തതക്കേട് കാണിക്കുകയാണ്. ദൈവം നമ്മോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചാക്കിയിട്ടുണ്ടോ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടോ. എന്നാൽ നാം അത് ചെയ്യാതെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറുകയോ അല്ലെങ്കിൽ നാം അതിൽ പൂർണ്ണമായി അതിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ചെയ്യാതിരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവസന്നിധിയിൽ നാം അവിശ്വസ്തരായിട്ട് തീരുകയാണ്. പ്രിയമുള്ളവർ, ഈ ഒരു സാഹചര്യം മാറിയിട്ടാണ് നാം പൂർണ്ണമായ വിശ്വസ്തരായിട്ട് തീരേണ്ടതെന്ന് പറയുന്നത്. നാം നമ്മുടെ വിഷയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ആരാണ് ദാസൻ എന്നുള്ളത്? ലോകപരമായി ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു യജമാനൻ ഉണ്ടെങ്കിലാണ് ഒരു ദാസൻ ഉണ്ടാകുന്നത്. യജമാനനില്ലാതെ ദാസൻ ഒരിക്കലും ഉണ്ടാവത്തില്ല. അപ്പോ യജമാനൻ ഉണ്ട് എങ്കിൽ ആ യജമാനന് ഒരു ഉദ്ദേശങ്ങളുണ്ടാവും. ഒരു ദാസനിലൂടെ ചെയ്തെടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഒരു ദാസനിൽ കൂടെ താൻ പ്രതീക്ഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ചില കാര്യാദികൾ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് താൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ദാസൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ യജമാനന്റെ കൽപ്പനകൾ, തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിയെടുക്കാനായിട്ട് താൻ ആക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസൻ എന്ന് പറയുന്നത്. ദാസൻ ഒരിക്കലും തൻ്റെ ഇഷ്ടപ്രകാരമല്ല കാര്യാദികൾ ചെയ്യുന്നത്. ദാസൻ ഒരിക്കലും തൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഒരു കാര്യവും ചെയ്യുന്നത്. ഒരു ദാസൻ എന്ന് പറയുമ്പോൾ എപ്പോഴും താൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്തിന്, അല്ലെങ്കിൽ തൻ്റെ യജമാനൻ ആരാണോ തന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ആത്മീകമായി നോക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ദൈവമാണ് നമ്മെ ഓരോന്നും ആക്കി വെച്ചിരിക്കുന്നത്. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആക്കി വെച്ചിരിക്കുന്ന ആരാണോ, നാം ഒരു കമ്പനിയുടെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ തൻ്റെ മാനേജർ തൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ചൊരു താഴെയുള്ള വ്യക്തി ജോലി ചെയ്യേണ്ടതാവുന്നു. അതുപോലെ ഈ ലോകത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഒരു ഉത്തമനായ ദാസൻ ഒരു ഉദാഹരണം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തേശു മാത്രമാണ്. പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച് സ്വന്തം പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് ഭൂമിയിലേക്ക് തന്നെ അയക്കാനിടയായി തീർന്നു. എങ്ങനെയാണ് ക്രിസ്തു ഒരു ഉത്തമനായ ദാസൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു വചനം കൂടെ നമുക്ക് ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 26 അധ്യായം അതിന്റെ 39 വചനം. അതിലിങ്ങനെയാണ് പറയുന്നത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന്. ഇതാണ് ഒരു ദാസന്റെ ഒരു ദാസൻ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ട ഒരു ക്വാളിറ്റി. അവിടെ താൻ സഹിക്കുന്നത് വളരെ അതികഠിനമായ വേദനയാണെന്ന് ക്രിസ്തുവിനറിയാം. താൻ ക്രൂശീകരണത്തിന് മുന്നേ പറയുന്ന ഒരു ഭാഗമാണിത്. ക്രൂശീകരണത്തിന് മുന്നേ ക്രിസ്തുവിനറിയാം താൻ സഹിക്കാൻ പോകുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടൊരു വേദനയാണ്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പറയുന്നത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന്. ഇതാണ് ഒരു ദാസന്റെ സ്വഭാവം. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന. ദാസന് സഹിക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായിട്ടൊരു വേദന വരാൻ പോകുന്നു അറിഞ്ഞിട്ടും തൻ്റെ ഇഷ്ടത്തിനല്ല അവിടെ പ്രാധാന്യം കൊടുത്തത്. തന്നെ അയച്ചിരിക്കുന്ന
ഈ ഭൂമിയിൽ ചില ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ലക്ഷ്യത്തോടു കൂടി തന്നെ അയച്ചിരിക്കുന്ന പിതാവിന്റെ ഇഷ്ടത്തിനാണ് അവിടെ പുത്രനായ ക്രിസ്തു അവിടെ പ്രാധാന്യം കൊടുത്തത്. അതാണ് ഒരു ദാസത്വം എന്ന് പറയുന്നത്. തന്റെ പിതാവിന്റെ ഇഷ്ടം എന്താണോ, അല്ലെങ്കിൽ തന്നെ ആക്കി വെച്ചിരിക്കുന്നവരുടെ ഇഷ്ടം എന്താണോ, അത് നിറവേറ്റി കൊള്ളുവാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ദാസൻ എന്നുള്ളത്. പ്രിയമുള്ളവരെ, നാം കേട്ടു എന്താണ് വിശ്വസ്തത. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വള്ളി പുള്ളി തെറ്റാതെ അതേപടി ചെയ്യുന്നതിനെയാണ് നമുക്ക് വിശ്വസ്തത എന്ന് പറയുവാൻ കഴിയുന്നത്. ഇനി ആരാണ് ദാസൻ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് നടത്തി തീർക്കുവാനായിട്ട് എത്ര തന്നെ പ്രതിസന്ധി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അത് നമ്മുടെ ആരെങ്കിലും കൊണ്ട് കഴിയില്ല എന്ന് തോന്നിയിട്ടാണെങ്കിലും, യജമാനൻ ഏൽപ്പിച്ചതിൽ ഒരു വീഴ്ച പോലും വരുത്താതെ അതിനെ ആവോളം ചെയ്തു തീർക്കുവാൻ ശ്രമിക്കുന്നതിനെയാണ് ഒരു യഥാർത്ഥ ദാസൻ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണെങ്കിൽ ഒരു ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരാം. ദൈവത്തിന്, നമ്മുടെ ചിന്താ വിഷയം അതാണല്ലോ, ദൈവത്തിന് ഈ ഭൂമിയിൽ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ള ഓരോ ഉദ്യമങ്ങളും നിറപടിയായിട്ട് ചെയ്തെടുക്കുവാൻ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും സാഹചര്യങ്ങളും സ്വാധീനങ്ങളും എന്തൊക്കെ വന്നാലും അതിലൊന്നും വീഴ്ച വരുത്താതെ നിലനിൽക്കുകയും ചെയ്യുന്ന മനുഷ്യനെ നമുക്ക് ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്ന് വിളിക്കുവാനിടയായിത്തീരും. നാം ഇതുവരെ കേട്ടത് നമ്മുടെ വിഷയത്തിന്റെ ഒരു വിശകലനമാണ്. എന്താണ് വിശ്വസ്തത? ആരാണ് ദാസൻ? എന്താണ് ഈ ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം ഒരുപാട് ചിന്തകൾ, ഒരു ദൈവമക്കളായിരിക്കുമ്പോൾ നാം ഈ ഭൂമിയിൽ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കർത്തവ്യങ്ങൾ, ഒരുപാട് കാര്യാദികൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വിശ്വസ്ത ദാസൻ എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യം എന്താണോ, അല്ലെങ്കിൽ തിരുവചനത്തിലൂടെ തിരുവചനം നമുക്ക് ഏൽപ്പിച്ച് തന്നിട്ടുള്ള കാര്യം എന്താണോ അത് അതേപടി അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ബാധ്യതപ്പെട്ടവരാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്ന് നമുക്ക് മനസ്സിലാക്കുകയായിത്തീരും. ഇനി വിശ്വസ്ത ദാസൻ ഉണ്ടോ എന്ന് പറയുമ്പോൾ, ഏതൊരു കാര്യത്തിനും ഒരു കോയിന് രണ്ട് വശമുള്ളതുപോലെ ഒരു വിശ്വസ്ത ദാസൻ ഉണ്ടെങ്കിൽ ഒരു അവിശ്വസ്ത ദാസനും ഉണ്ടായിരിക്കും. നാം അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇവിടെ നാം ഇപ്പോൾ ദൈവത്തിന്റെ വിശ്വസ്ത ദാസൻ എന്താണെന്ന് ചിന്തിച്ചു. ഇനി തിരുവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനേകം പേരെ നമുക്ക് വിശ്വസ്ത ദാസനായിട്ട്, അല്ലെങ്കിൽ വിശ്വസ്ത ദാസന്മാരായിട്ട്, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചവർ, വിശ്വസ്തയോടെ അവരെ സമയം ചിലവഴിച്ചവർ, അവരുടെ പൂർണ്ണ ജീവിതം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ഞാൻ മുന്നോട്ട് ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുകയാണ്. അതിലൂടെ എങ്ങനെയാണ് നമുക്കൊരു വിശ്വസ്തതയുള്ള ജീവിതം നയിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പഴയ നിയമത്തിൽ തന്നെ അനേകം ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതിലെല്ലാം പറയുവാനുള്ള സാവകാശം നമ്മുടെ മുന്നിലില്ലല്ലോ. ഒരു വ്യക്തിയെ മാത്രം നമുക്കെല്ലാവർക്കും സുപരിതമാണ്, യോസേഫ് എന്ന് പറയുന്ന ആ ദൈവപുരുഷനെ നമുക്കെല്ലാവർക്കും സുപരിതമാണ്. അപ്പോൾ യോസേഫ് എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ഒരു വിശ്വസ്തതയുള്ള ദാസനായിരുന്നത്? ആ വിശ്വസ്തതയിലുള്ള പ്രവൃത്തി തനിക്ക് ദൈവസന്നിധിയിൽ അത് നീതിയായി കണക്കിട്ടു എന്നതിനെ കുറിച്ചാണ് നാം തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യോസേഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യാക്കോബിന്റെ വാർദ്ധക്യ കാലത്തിൽ ലഭിച്ച ഒരു മകനാണ് യോസേഫ് എന്നുള്ളത്. യോസേഫിനെ തന്റെ പിതാവായ യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്നു. തന്നെ മറ്റുള്ള സഹോദരങ്ങളെക്കാൾ, മറ്റുള്ള മക്കളെക്കാൾ യോസേഫിനെ യാക്കോബ് വളരെയധികം സ്നേഹിച്ചിരുന്നു. തനിക്ക് പ്രത്യേകിച്ചൊരു നിലയങ്കിയൊക്കെയും താൻ തുന്നിക്കൊടുക്കുകയും എപ്പോഴും തന്റെ കൂടെ തന്നെ തന്റെ മകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് യാക്കോബ് മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ പിന്നത്തേതിൽ തന്റെ ജീവിത സാഹചര്യങ്ങൾ മാറി വരികയും, എന്നാൽ ആ ഓരോരോ ജീവിത സാഹചര്യത്തിലും താൻ ദൈവസന്നിധിയിലും തന്നെ ഏൽപ്പിച്ച മാനുഷികമായും തന്നെ ഏൽപ്പിച്ച കാര്യാദികളിൽ താൻ വിശ്വസ്തതയായിരുന്നു. ദൈവസന്നിധിയില് ദൈവം തന്നെ കൊടുത്തിരുന്ന കൃപാവരത്തിലും താൻ വിശ്വസ്തതയുള്ളവനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ചില അധികം വചനങ്ങൾ നമുക്കതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 37-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വചനങ്ങളെയാണ് നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്. അവനോട്, നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ, ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞ് ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് അവനെ അയച്ചു.
ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത് യാക്കോബ് തന്റെ മകനായ യോസേഫിനോട് പറയുന്ന കാര്യമാണ്. നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ? യാക്കോബിന്റെ സഹോദരങ്ങളുടെ സുഖവിവരം അന്വേഷിച്ചു വരുവാനായിട്ട് പറയുകയാണ്. യാക്കോബിന്റെ സഹോദരങ്ങൾ എല്ലാവരും തന്നെ അവർ ആട് മേയ്ക്കാനായിട്ട് മറ്റു സ്ഥലത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പൊ അവിടേക്ക് തന്റെ അവരുടെ സഹോദരനായ യോസേഫ്, യാക്കോബിന്റെ ഇളയ മകനായ യോസേഫിനെ പിതാവ് അയക്കുകയാണ്. പിതാവ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തപ്പോൾ അത് യാതൊരു തരത്തിലുള്ള മറുപടിയും അല്ലെങ്കിൽ ഒരു എതിർപ്പും പറയാതെ പൂർണ്ണമായിട്ടും താൻ അതിനെ സ്വീകരിച്ചുകൊണ്ട് യോസേഫ് തന്റെ സഹോദരങ്ങളെ കാണുവാനായിട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ ആ വചനം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് തുടർന്ന് കാണുന്നത്. അവൻ ഷെഖേമിലെത്തി. അവർ വെളിം പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു. നീ എന്തന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചതിന് അതിനെ അവൻ, എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു. യോസേഫ് ഷെഖേമിലെത്തിയിട്ട് തന്റെ സഹോദരന്മാരെ കാണായകൊണ്ട് വെളിം പ്രദേശത്ത് ചുറ്റി നടക്കുകയായിരുന്നു. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അവിടെ കണ്ട ഒരാളോട് ചോദിക്കുകയാണ് തന്റെ സഹോദരന്മാർ എവിടെയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവർ ഇവിടെ നിന്ന് പോയി നാം ദോഥാനിലേക്ക് പോക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്ന് ദോഥാനിൽ വെച്ച് കണ്ടു. അപ്പോ താൻ ഷെഖേമിലേക്ക് ആദ്യം എത്തി. എന്നാൽ അവിടെ തന്റെ സഹോദരങ്ങളെ നോക്കിയപ്പോൾ അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ അന്വേഷിച്ചപ്പോൾ അവർ ദോഥാനിലേക്ക് പോകാമെന്ന് പറയുന്ന ഒരു ശ്രുതി കേട്ടു. അതുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി അവിടെ പോയി തന്റെ സഹോദരങ്ങളെ കണ്ടുപിടിച്ചു. ഇത് ഒരു സാഹചര്യം, ചെറിയൊരു സാഹചര്യം. ഓക്കെ, നാം ചിന്തിക്കുമ്പോൾ മറ്റൊന്നുമില്ല. പിതാവ് തന്റെ സഹോദരന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞു, പോയി അവൻ കണ്ടുപിടിച്ചു എന്നൊക്കെ മനസ്സിലാക്കിയിട്ടേ തീരും. എന്നാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് പിതാവിന്റെ നിർദ്ദേശം അതിൽ യാതൊരു എതിരഭിപ്രായവും പറയാതെ വിശ്വസ്തയോടുകൂടെ അനുസരിച്ചു എന്നുള്ളത് ശരിയാണ്. ഇവിടെ എന്താണ് വിശ്വസ്തത എന്നുള്ളത് നാം ചിന്തിക്കാം. ഈ ഭാഗത്തിൽ എന്താണ് വിശ്വസ്തത എന്നുള്ളത്? ഇപ്പോൾ നാം പറഞ്ഞല്ലോ, പിതാവ് തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. തന്നെ എപ്പോഴും പിതാവിന്റെ കൂടെയാണ് യോസേഫിനെ നിർത്തിയിരുന്നത്. എന്നിട്ടും ഇങ്ങനെ തന്റെ സഹോദരന്മാരെ അന്വേഷിക്കാനായിട്ട് ചില ദിവസങ്ങളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഒരുപക്ഷെ അവിടെ യോസേഫിന് ചെയ്യാമായിരുന്നു. താൻ ആദ്യം ഷെഖേമിൽ വന്നു. അവിടെ തന്റെ സഹോദരങ്ങളെ താൻ കണ്ടില്ല. അവൻ അവിടെ ഇങ്ങനെ ചുറ്റും നടന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ കണ്ട ഒരു വ്യക്തി പറയുകയാണ്, നിന്റെ സഹോദരങ്ങൾ ദോഥാനിലേക്ക് പോകാമെന്ന് പറയുന്നത് കേട്ടുവെന്ന്. ഒരുപക്ഷെ നാം ആണെങ്കിലും ചിന്തിക്കാം, നാം എന്തായിരിക്കും അവിടെ ചെയ്യുന്നതെന്ന്. ഇനിയിപ്പോ അവരെയൊക്കെ പോയി കണ്ടിട്ട് എന്തോ കാര്യം? എന്തായാലും അവർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്ന് ദോഥാനിലേക്ക് പോയി എന്നും അറിവ് കിട്ടിയല്ലോ. അത് ഒരു ഇൻഫർമേഷൻ ആണല്ലോ. അതുകൊണ്ട് എന്റെ പിതാവിന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, ഞാൻ ഷെഖേമിലേക്ക് പോയെന്നും അവർ അവിടെ നിന്ന് ദോഥാനിലേക്ക് പോകാനായിട്ട് യാത്ര തിരിച്ചുവെന്നും ആ ഒരു വിവരം പോയി പറഞ്ഞാലും ഏകദേശം തന്റെ പിതാവ് അയച്ച കാര്യം നടന്നിട്ടുണ്ട്. അവിടെ താൻ പോയി അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ വിശ്വസ്തത എന്ന് പറയുന്നത് താൻ ഷെഖേമിൽ പോയപ്പോൾ അവിടെ തന്റെ സഹോദരങ്ങളെ കണ്ടില്ല. അവിടെ അവൻ അന്വേഷിച്ചു, എവിടെയാണ് എൻ്റെ സഹോദരങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു, ദോഥാനിലേക്ക് പോകാൻ പോകുന്നുവെന്ന്. എന്നാൽ അവിടെ നിൽക്കാതെ അടുത്ത് ദോഥാനിലേക്ക് പോവുകയും അവിടെ പോയി തന്റെ സഹോദരങ്ങളെ കാണുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അനുസരണം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വിശ്വസ്തയോടുകൂടെയുള്ള അനുസരണയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ യോസേഫ് തന്റെ പിതാവിനോട് വിശ്വസ്തയോടുകൂടെ തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം താൻ അനുസരിച്ചു. പിതാവിന്റെ കൽപ്പനയ്ക്ക് താൻ അവിടെ വിശ്വസ്തത കാണിക്കാനിടയായി തീർന്നു. നമ്മുടെ പിതാവായ സ്വർഗത്തിലെ ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൽപ്പനകളായിട്ട് ഈ നാളുകൾ നൽകിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ ഈ പല രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നാം പല കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവാം. എന്നാൽ അതിനപ്പുറമായിട്ട് പ്രിയമുള്ളവരെ, നാം ഒരു പൂർണ്ണ വിശ്വസ്തയോടുകൂടെ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളെ നാം അനുസരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊത്തവണ്ണം നാം ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഈ നാളുകളിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇവിടെ യോസേഫ് അവന്റെ ഒന്നാമത്തെ കാര്യം നാം കേട്ടത് പിതാവിന്റെ നിർദ്ദേശം വിശ്വസ്തയോടെ അനുസരിച്ചു. എന്നാൽ രണ്ടാമതായിട്ട് പിന്നീട് യോസേഫിന്റെ ചരിത്രം നോക്കുമ്പോൾ അവിടെ നിന്ന് യോസേഫ് പിന്നെ പോകുന്നത് വളരെ അതികഠിനമായ ജീവിത പരീക്ഷയിലൂടെയാണ് യോസേഫ് കടന്നു പോകുന്നത്. അടുത്തൊരു വചനം നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 39-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള ചില വചനങ്ങൾ. എന്നാൽ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായില്യരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്നൊരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്ത് യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും
അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ട. അതുകൊണ്ട് യോസേഫ് അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവിടെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് വളരെ സുപരിതമായൊരു ഭാഗമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആ വചനത്തിന്റെ ആഴത്തിലേക്ക് പോകുന്നില്ല. അവിടെ എങ്ങനെയാണ് യോസേഫ് വിശ്വസ്തനായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇങ്ങനെ തന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോയ യോസേഫ് അവിടെ വെച്ച് തന്റെ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടു. ആദ്യം പൊട്ടക്കിണറിൽ തള്ളപ്പെടുന്നു. അവിടെ നിന്ന് അവരെ കയറ്റിയിട്ട് ഇസ്മായില്യ കച്ചവടക്കാർക്ക് അവരവിടെ തന്റെ സഹോദരനെ വിൽക്കുന്നു. അവിടെ നിന്ന് അതുവഴി തന്റെ അടിമയായിട്ട് താൻ എവിടെ എത്തുന്നു? പോത്തിഫറിന്റെ ഭവനത്തിൽ അടിമയായിട്ട് അടിമ ജോലി ചെയ്യുവാനായിട്ട് അവിടെ എത്തിച്ചേരുന്നു. എന്നാൽ അവിടെ എത്തിയ യോസേഫ് തന്റെ അടിമ വീട്ടിലായിരുന്നിട്ടും കൂടെ തന്റെ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നും തന്നെ യാതൊരു വീഴ്ചയും വരുത്തിയില്ല. നമുക്കറിയാം, അടിമ ജോലി എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു ജോലിയല്ല. നമുക്ക് ആസ്വദിച്ച് ചെയ്യുവാൻ പറ്റിയൊരു ജോലിയല്ല അടിമ ജോലി എന്ന് പറയുന്നത്. എത്രയൊക്കെ നമുക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അടിമയെന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിയിൽ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതിയൊരു സന്തോഷം അവിടെ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവിടെ യോസേഫിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്റെ സഹോദരന്മാരാൽ നിന്ദിക്കപ്പെട്ടു. താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന തന്റെ അപ്പനെ തനിക്ക് കാണുവാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്കായി ഇനി തിരിച്ചൊരു ജീവിതമുണ്ടോ എന്ന് പോലും തനിക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നും യാതൊരു പ്രതീക്ഷയും, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോഴാണ് താൻ ഈ ഭവനത്തിൽ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ പൂർണ്ണ വിശ്വസ്തയോടുകൂടി താൻ തന്റെ ജോലി ചെയ്തത്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? താൻ തന്റെ ജോലിയിലും വിശ്വസ്തനായിരുന്നു, ദൈവസന്നിധിയിലും വിശ്വസ്തനായിരുന്നു. അഥവാ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ജീവിതത്തിലൊക്കെയും താൻ വിശ്വസ്തനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കിയിടയായിത്തീരും. അങ്ങനെ വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്, അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫിനെ അവൻ ഇഷ്ടനായി ശുശ്രൂഷ ചെയ്യുകയും പോത്തിഫർ യോസേഫിനെ തനിക്ക് ഗൃഹവിചാരകനാക്കി വെക്കുവാനും ഇടയായി തീർന്നുവെന്ന്. പ്രിയമുള്ളവരെ, നാം അപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, യോസേഫ് തന്റെ അടിമ വീട്ടിലും ദൈവകൃപയാൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുവാനിടയായി തീർന്നു. ആദ്യം നാം കേട്ടത് യോസേഫ് തന്റെ പിതാവിന്റെ നിർദ്ദേശത്തെ വിശ്വസ്തയോടുകൂടി അനുസരിച്ചു. രണ്ടാമതായിട്ട് താൻ പോയ അടിമ വീട്ടില് താൻ പൂർണ്ണ വിശ്വസ്തയോടുകൂടെ തന്റെ ജോലി ചെയ്യുവാനായിട്ട് തീർന്നു. ആ വിശ്വസ്തത കാണിക്കുവാനായിട്ട് തനിക്ക് സഹായമായി തീർന്നത് ദൈവകൃപ മാത്രമാണ്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തി പുസ്തകം തന്നെ 39 അധ്യായം അതിന്റെ 9 വചനം. അതിലിങ്ങനെയാണ് പറയുന്നത്, ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നതും യോസേഫ് തന്റെ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന വലിയൊരു പരീക്ഷയുടെ സാഹചര്യമാണ്. നാം കേട്ടല്ലോ, പോത്തിഫറിന്റെ വീട്ടിൽ താൻ അടിമയായിരുന്നുവെങ്കിലും അവിടെയും താൻ വിശ്വസ്തനായിട്ട് എല്ലാ ജോലിയും ചെയ്തു. അതുകൊണ്ട് തന്നെ തന്റെ യജമാനനായ പോത്തിഫറിന് താൻ വളരെ പ്രിയങ്കരനായിട്ട് തീർന്നു. എല്ലാ ഉത്തരവാദിത്വങ്ങളും തന്റെ വീട്ടിലെ ഒരു കാര്യക്കാരൻ എന്നുള്ള നിലവാരത്തിൽ അവിടെ യോസേഫ് എത്തുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ വെച്ചാണ് തനിക്കൊരു പരീക്ഷ നേരിടുന്നത്. അവിടെ താൻ ചെയ്യുവാൻ പാടില്ലാത്തൊരു കാര്യം പോത്തിഫറിന്റെ ഭാര്യ ഈ യോസേഫിനോട് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അവിടെ തന്നിലുള്ള ദൈവകൃപയും തന്റെ യജമാനനോട് താൻ കാണിക്കേണ്ട ഉത്തരവാദിത്വവും തന്റെ യജമാനനോട് താൻ പുലർത്തേണ്ട ഒരു വിശ്വസ്തതയും ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്, ഈ വീട്ടിൽ എന്നെക്കാൾ വലിയവനില്ല, അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അവിടുത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് തന്റെ യജമാനനോട് പൂർണ്ണമായി കൂറ് പുലർത്തുന്ന, പൂർണ്ണമായി വിശ്വസ്തത പുലർത്തുന്ന, അല്ലെങ്കിൽ യോസേഫിനെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ അല്ലെങ്കിൽ വിശ്വസിച്ചുള്ള ആ ഒരു വിശ്വാസത്തിന് ഒരു കോട്ടവും വരുത്താതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു യോസേഫിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് യഥാർത്ഥ വിശ്വസ്തത എന്ന് പറയുന്നത്. അവിടെ ഒരുപക്ഷെ താനൊരു പാപം ചെയ്താൽ അല്ലെങ്കിൽ തന്റെ ആ ഒരു പോത്തിഫറിന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്താൽ ഒരുപക്ഷെ അവിടെ ചോദിക്കാൻ വേറെ ആരും വരത്തില്ല. അവിടെ മറ്റാരും ഒരുപക്ഷെ അത് അറിഞ്ഞെന്ന് വരത്തില്ല. ആ ഭവനത്തിൽ താൻ ആയിരിക്കുമ്പോൾ മറ്റു യാതൊന്നും സംഭവിച്ചെന്ന് വരത്തില്ല. എന്നാൽ രണ്ട് കാര്യം. ഒന്ന്, നാം നേരത്തെ കേട്ടോ, ദൈവം ഇവനോട് കൂടെ ഉണ്ടെന്ന് പോത്തിഫറിന് തോന്നി. അതെന്തുകൊണ്ട്? തന്റെ ആത്മീക ജീവിതം അത്രത്തോളം വിലയേറിയത് താൻ കാത്തു സൂക്ഷിച്ചു. അപ്പോൾ അവിടെ ആ
പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും താൻ തന്റെ വിശ്വസ്തത, ദൈവത്തോടുള്ള വിശ്വസ്തത മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ച യജമാനൻ, ആ വീട്ടിലെ യജമാനൻ, ആ യജമാനനെ തന്നെ ഏൽപ്പിച്ച വിശ്വാസം അവൻ കാത്തു സൂക്ഷിച്ചു. അപ്പൊ 3 കാര്യങ്ങളാണ് നാം ഇതുവരെ കേട്ടത്. ഒന്ന്, പിതാവിന്റെ നിർദ്ദേശങ്ങൾ വിശ്വസ്തയോടുകൂടെ അനുസരിച്ച ഒരു യോസേഫ്. രണ്ടാമതായിട്ട്, അടിമ വീട്ടിൽ വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്ത യോസേഫ് ദൈവകൃപയാല്. മൂന്നാമതായി നാം കേട്ടത്, യജമാനനോട് പൂർണ്ണമായി കൂറു പുലർത്തി, അഥവാ യജമാനനോട് വിശ്വസ്തയുള്ളവനായിരുന്ന യോസേഫ്. അടുത്ത് നാം കേൾക്കുന്നത്, കാരാഗ്രഹത്തിൽ തന്റെ ശുശ്രൂഷയിൽ താൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ്. അതിന് 2-3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ഷോർട്ടായിട്ട് നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം അതിന്റെ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, യോസേഫ് ഈ പോത്തിഫറിന്റെ ഭാര്യ നിമിത്തം താൻ ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും പോത്തിഫറിന്റെ ഭാര്യ അപവാദം പറയുകയും ആ ഒരു കാരണത്താൽ താൻ തുടർന്ന് ജയിലിലാകുകയും ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, ഇവിടെയൊക്കെയും താൻ നല്ലത് മാത്രമേ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ മോശം പ്രവൃത്തി ചെയ്യാതെ താൻ മാറി നിന്നതേ ഉള്ളൂ. പക്ഷേ തന്റെ എതിരാളികൾ നിമിത്തം താൻ അവിടെയൊക്കെയും കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. താൻ അവിടെയൊക്കെയും ശിക്ഷാവിധിക്ക് ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ആദ്യം നാം കേട്ടല്ലോ, സഹോദരന്മാർ തന്റെ പൊട്ടക്കിണറ്റിലിടുന്നു, അവിടെ നിന്ന് അവർ അവനെ ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിടുന്നു. എന്നാൽ ഇവിടെ പോത്തിഫറിന്റെ വീട്ടിൽ വന്നു, നല്ല രീതിയിൽ അവിടുത്തെ ജോലി ചെയ്തു പോകുന്നു. ഒരു പാവത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് പിന്നെയും അവൻ അവിടെ നിന്ന് ജയിലറയിലേക്ക് പോകുന്നു. അവിടെ നിൽക്കുമ്പോഴാണ് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 20-21 വചനങ്ങൾ. യോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെയിരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല എന്ന്. പ്രിയമുള്ളവരെ, നേരത്തെ നാം കേട്ടില്ലേ, പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും അവന്റെ കൈയുടെ പ്രവൃത്തികളെല്ലാം യഹോവ സാധിപ്പിക്കുന്നുവെന്ന്. എന്തുകൊണ്ടാ? താൻ വിശ്വസ്തനായിരുന്നത് കൊണ്ടാ. തന്റെ യജമാനായ പോത്തിഫറിനോട് മാത്രമല്ല, ദൈവപ്രസാദം ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ കൽപ്പനകളോടും ഉറപ്പായിട്ടും യോസേഫ് നീതി പുലർത്തിയിരിക്കണം. ദൈവത്തിന്റെ കൽപ്പനകൾ നിവർത്തിക്കുന്നതിലും താൻ വിശ്വസ്തനായിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ദൈവപ്രസാദം ഉണ്ടാകത്തില്ലല്ലോ. ഇവിടെയും കാരാഗ്രഹത്തിൽ വന്നപ്പോഴും എന്താ നാം വായിച്ചു കേട്ട അവസാനം? അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല, കാരണം അവൻ ചെയ്തതൊക്കെയും സഫലമാകുന്നു. ഈ കാരാഗ്രഹത്തിൽ താൻ വരുമ്പോൾ അനേകം പേർ കാരാഗ്രഹത്തിൽ ഓൾറെഡി ഉണ്ട്. അവർക്കൊക്കെയും അധികാരിയാക്കി ഈ യോസേഫിനെ കാരാഗ്രഹ പ്രമാണി വെക്കുകയാണ്. എന്തുകൊണ്ട്? തന്റെ സൽപ്രവൃത്തികൾ കൊണ്ട്, തന്റെ വിശ്വസ്തതയുള്ള പ്രവൃത്തികൾ കൊണ്ട്. നമുക്കൊരു വ്യക്തിയോട് ഇടപെടുമ്പോൾ മനസ്സിലാകുമല്ലോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് കുറച്ച് സമയങ്ങൾ, ചില നിമിഷങ്ങൾ നാം വ്യക്തിപരമായിട്ട് ഇടപെടുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ രീതികൾ, സ്വഭാവ രീതികൾ, ഇടപെടലുകൾ, സംസാരങ്ങൾ ഏത് നിലവാരത്തിലുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഉറപ്പായിട്ടും കാരാഗ്രഹ പ്രമാണിക്കും യോസേഫിനെ കുറിച്ച് അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയായിത്തീർന്നു. താൻ വിശ്വസ്തനാണ് എന്ന് അവിടെ കണ്ടപ്പോൾ മറ്റുള്ളവരെ കൂടെ ശുശ്രൂഷിക്കേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം യോസേഫിനെ അവിടെ വന്നു ചേരുകയാണ്. അപ്പോൾ അവിടെ യോസേഫ് വിശ്വസ്തതയുള്ള ഒരു ദാസനായിട്ട് ആ കാരാഗ്രഹത്തിലും താനായിരുന്നു. ആ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ തന്നെയാണ് നമുക്കറിയാം, പാനപാത്രവാഹകരുടെയും അപ്പക്കാരുടെയും പ്രമാണിമാർ അവർ താങ്കൾ രാജസന്നിധിയിൽ കുറ്റം ചെയ്ത നിമിത്തം അവർ ഈ കാരാഗ്രഹത്തിലേക്ക് കടന്നു വരുന്നു. അവിടെയും അവർക്കും അവൻ യോസേഫ് നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവരുടെ സുപ്രഭാതത്തിൽ ഇരുവരും ഓരോ ദർശനങ്ങളെ കാണുന്നു. അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് അവരെ കൊണ്ടാവുന്നില്ല. അവർ അതിനുശേഷം അതിനെക്കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് യോസേഫിന് അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഒരു സാഹചര്യം ലഭിക്കുകയും ആ കണ്ട സ്വപ്നങ്ങളെ യോസേഫ് കൃത്യമായിട്ട് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ യോസേഫ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകുമ്പോൾ, രാജസന്നിധിയിൽ പോകുമ്പോൾ എന്നെ ഓർത്ത് എൻ്റെ കാര്യം കൂടെ രാജാവിനെ അറിയിക്കണമേ എന്നോ. എന്നാൽ അവർ രക്ഷപ്പെട്ടു പോയി അവരുടെ കാര്യങ്ങൾ നോക്കിയതല്ലാതെ
പാനപാത്രവാഹകരുടെ പ്രമാണി തന്റെ ദർശനപ്രകാരം രക്ഷപ്പെട്ടു പോവുകയും അപ്പക്കാരുടെ പ്രമാണി താൻ കണ്ട ദർശനപ്രകാരം തന്നെ താൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പാനപാത്രവാഹയുടെ പ്രമാണി അവിടെ പോയിട്ട് യോസെഫിനെ കുറിച്ച് യാതൊന്നും പിന്നെ ചിന്തിച്ചതേയില്ല, അല്ലെങ്കിൽ രാജാവിനോട് യാതൊന്നും പറഞ്ഞില്ല. പക്ഷെ അവിടെ വെച്ച് തനിക്കുണ്ട ഒരു നേട്ടമെന്ന് പറയുന്നത് നാളുകളിൽ താൻ തന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ ഇവിടെ വിതയ്ക്കുകയായിരുന്നു. താൻ വിശ്വസ്തനായി നിന്നതുകൊണ്ട് ദൈവകൃപ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൈവകൃപയിൽ നിന്നുകൊണ്ടാണ് ഈ ദർശനം തനിക്കിവിടെ വ്യാഖ്യാനിക്കുവാനായിട്ട് തീർന്നത്. പ്രിയമുള്ളവരെ, യോസെഫ് ദൈവകൃപയുള്ളവനായി നിൽക്കുകയും താൻ ദൈവകൃപയിൽ നിലനിൽക്കുവാൻ സാധിച്ചത് തന്റെ വിശ്വസ്തതയുള്ള ജീവിതം കൊണ്ടാണ്. അങ്ങനെ ഈ സ്വപ്നം ഇവിടെ വ്യാഖ്യാനിക്കുന്നു. അതിനുശേഷം ആ ഒരു സാഹചര്യം കഴിഞ്ഞു പോകുന്നു. എന്നാൽ അതിനുശേഷം 41 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെത്തിയിരുന്നു, ഫറവോ രാജാവ് തന്നെ, സാക്ഷാൽ മിസ്രൈമിലെ രാജാവായിരുന്ന ഫറവോ രാജാവ് ഒരു ദർശനം കാണുന്നു. ആ ദർശനം ഒന്നല്ല 2 ദർശനം കാണുന്നു. ദർശനം കണ്ടുവെങ്കിലും അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാനായിട്ട് രാജ്യത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും വിളിക്കുന്നുവെങ്കിലും ആർക്കും അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ അർത്ഥം വ്യാഖ്യാനിക്കുവാൻ കഴിയാതെ പകച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നേരത്തെ താൻ കാരാഗ്രഹ പ്രമാണിയായിരുന്ന അല്ലെങ്കിൽ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ പാനപാത്രവാഹകരുടെ പ്രമാണിയെ താൻ സ്വപ്നം വ്യാഖ്യാനിച്ച് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ സാഹചര്യത്തില് ആ പാനപാത്രവാഹകരുടെ പ്രമാണി ഈ യോസെഫിനെ കുറിച്ച് അവിടെ ചിന്തിക്കുകയാണ്. അവിടെ പറഞ്ഞ മറ്റു സമയത്ത് ഒന്നും ചെയ്തില്ല എങ്കിലും എന്നാലും ഈ ദൈവകൃപ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യസമയത്ത് ഇടപെടുവാനായിട്ട് ഓരോ സാഹചര്യങ്ങളിൽ ദൈവം ഓരോരുത്തരെയും ആക്കി വെക്കുമെന്നുള്ളത് വളരെ കൃത്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പഴയ മുൻകാല ജീവിതങ്ങളൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ നമുക്ക് അറിയാനിടയായി തീരും ഓരോ സാഹചര്യത്തെ നാം എങ്ങനെ അഭിമുഖീകരിച്ച് ഇതുവരെ എത്തിയെന്ന്. നാം ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലേ, നമുക്കൊരു സഹായം വേണ്ടപ്പോൾ ആരോ എവിടെന്നോ പറഞ്ഞു വിട്ടതുപോലെ ഒരു വ്യക്തി ഒരു സഹായവുമായി നമ്മുടെ അടുത്ത് വന്നുവെന്ന്, അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഒരിടത്ത് വേണ്ടപ്പോൾ ആരിലൂടെയൊക്കെയോ ഒരു ഇടപെടൽ അവിടെ നടന്നു, നമ്മുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം അവിടെ നിറവേറ്റാനായിട്ട് നാം തന്നെ ചിന്തിച്ചിട്ടില്ലേ, ദൈവം ഒരുക്കിയത് തന്നെയാണ് ആ വ്യക്തി അവിടെ നാം ഒരുപക്ഷെ പറഞ്ഞ സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ യോസെഫിന് വേണ്ടി കേട്ടോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് ആളില്ല. അപ്പോൾ ഈ പാനപാത്രവാഹയുടെ പ്രമാണി യോസെഫിനെ കുറിച്ച് ഓർക്കുകയും യോസെഫിനെ അവിടെ ഫറവോന്റെ മുന്നിലേക്ക് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. അവിടെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പിന്നാലെ അറിയാം. നാം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. നാം ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് ഫറവോ കണ്ട സ്വപ്നം തനിക്ക് വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുവാൻ കഴിയുവാനിടയായി തീർന്നു. ഫറവോ കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കുകയും അത് ഫറവോയ്ക്ക് ബോധ്യപ്പെടുകയും, ഫറവോയ്ക്ക് മാത്രമല്ല രാജസന്നിധിയിലുള്ള എല്ലാവർക്കും അത് ബോധ്യപ്പെടുകയും അതിനെ അവർ ഉൾക്കൊള്ളുകയും അത് അനുസരിക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോസെഫ്, കാരാഗ്രഹത്തിൽ കിടന്ന യോസെഫിനെ അവിടെ നിന്ന് രാജസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഫറവോന് തൊട്ടു താഴെ രാജ്യത്തിലെ 2ാം സ്ഥാനം നൽകിയാണ് അവിടെ ഫറവോ യോസെഫിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, നാം കേട്ടുവരുന്നത് വിശ്വസ്തനായി ജീവിക്കുന്ന ഒരു ദാസനെ കുറിച്ചാണ്. ജീവിത സാഹചര്യങ്ങൾ കയറ്റിറക്കങ്ങൾ ഉള്ളത് തന്നെയായിരിക്കാം നമുക്ക് എപ്പോഴും. നമ്മൾ ആ ഇറക്കങ്ങൾക്കനുസരിച്ച് നമ്മുടെ വിശ്വസ്തതയ്ക്കും കയറ്റിറക്കങ്ങൾ വരികയാണെങ്കിൽ നാം ഒരുപക്ഷെ അവിടെ പരാജയപ്പെട്ടു പോകാനിടയായി തീരും. യോസെഫിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവസന്നിധിയിൽ നാം എല്ലാവരും ദൈവത്തിന്റെ ദാസന്മാർ തന്നെയാണ്. അതിൽ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ ഉത്തരവാദിത്വം കൂടിയവരെന്നോ കുറഞ്ഞവരെന്നോ അറിവ് കൂടിയവരെന്നോ സാമ്പത്തികം കൂടിയവരെന്നോ ആരോഗ്യം കൂടിയവരെന്നോ അങ്ങനെയുള്ള യാതൊരു ഏറ്റക്കുറച്ചിലുമില്ല. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എല്ലാവരും അവന്റെ ദാസന്മാർ തന്നെയാണ്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്ന ദാസന്മാർ തന്നെയാണ് നാം എല്ലാവരും. യോസെഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിന്റെ നിർദ്ദേശം വിശ്വസ്തയോടുകൂടി അനുസരിച്ചൊരു ദാസൻ, അടിമ വീട്ടിൽ വിശ്വസ്തയോടുകൂടി ജോലി ചെയ്തൊരു ദാസൻ, യജമാനനോട് വിശ്വസ്തനായിരുന്നൊരു ദാസൻ, കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും വിശ്വസ്തതയ്ക്ക് യാതൊരു ഭംഗവും വരുത്താതിരുന്ന ഒരു ദൈവഭക്തൻ അല്ലെങ്കിൽ ഒരു ദാസനായിട്ട് യോസെഫിനെ നമുക്ക് കാണുവാനിടയായി തീരും. ദൈവകൃപ ഇവിടെ എല്ലാം വായിച്ചു കേട്ടത് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ കൃപ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവന്റെ പ്രവൃത്തികളെ സാധിപ്പിക്കുന്നുവെന്ന്. അതെ, ഒരു ദൈവഭക്തന്റെ അല്ലെങ്കിൽ ഒരു ദൈവവൈതലിന്റെ പ്രവൃത്തികളെ കൃത്യമായിട്ട് ദൈവം സാധിപ്പിക്കാനിടയായി തീരും. പക്ഷെ ഒന്ന് ഓർക്കേണ്ടത്, ദൈവവൈതൽ തന്നെ ആയിരിക്കണം.
അല്ലെങ്കിൽ ദൈവഭക്തൻ തന്നെ ആയിരിക്കണമെന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ. അങ്ങനെ ദൈവ പൈതൽ തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവഭക്തൻ തന്നെയാണെങ്കിൽ, ഉറപ്പായിട്ടും ആ ദൈവത്തിന്റെ പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തീർക്കുവാൻ ഇടയായി തീരും. ഇവിടെ നാം കേട്ടത് വിശ്വസ്തനായിരുന്ന യോസേഫിനെ കുറിച്ചാണ്. ഇനി നാം നമ്മുടെ കുറുവാക്യത്തിലേക്ക് വരികയാണ്. പഴയ നിയമത്തിൽ നിന്ന് ഒരു വ്യക്തി എങ്ങനെ വിശ്വസ്തനായിരുന്നുവെന്നും അവൻ അവസാനം രാജസന്നിധിയിലേക്ക് എത്തപ്പെടുവാനിടയെ തീർന്നു നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, തന്റെ ജീവിത സാഹചര്യം എത്രയൊക്കെ വേദനാജനകമായി തീർന്നാലും അതിലൊട്ടും താൻ പതറിപ്പോകാതെ, അതിലൊക്കെയും താൻ പിറുപിറുക്കുകയോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ, താൻ തന്റെ ദൈവസന്നിധിയിലുള്ള വിശ്വസ്തതയ്ക്ക് ഒരു ഇച്ചിരി പോലും മങ്ങൽ വരുത്താതെ താൻ പൂർണ്ണതയോടുകൂടി അതിൽ നിലനിൽക്കേണ്ടേ തീർന്നോ. അർത്ഥാൽ അതിന്റെ അവസാനം നാം എങ്ങനെയാണ് കേട്ടത്? അവൻ രാജസന്നിധിയിലേക്ക് ചേർക്കുവാനിടയെ തീർന്നു. യോസേഫ് തന്റെ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടി ശുശ്രൂഷ ചെയ്യുകയും അവനെ രാജസന്നിധിയിലേക്ക് ചേർക്കുവാനായിട്ടും ഇടയായി തീർന്നു. ഇനി നാം ചിന്തിക്കേണ്ടത്, നാം വായിച്ചു കേട്ട നമ്മുടെ കുറുവാക്യത്തിലേക്കാണ് പ്രിയമുള്ളവരെ. അതിൽ നാം ആദ്യം കേട്ടത് ഇങ്ങനെയാണ്: അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നോ, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ക്രിസ്തു പറഞ്ഞൊരു ഉപമയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ചെറിയൊരു വിശകലനം കൂടി ഇതിൽ നിന്ന് പറഞ്ഞ് നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഉപമ എന്ന് പറയുമ്പോൾ, ഒരു യജമാനൻ ഒരു ദൂരയാത്ര പോകുന്ന സമയത്ത് തൻ്റെ ദാസന്മാരെ വിളിച്ചിട്ട് തൻ്റെ സമ്പത്തിൽ ചിലത് അവരെ ഏൽപ്പിക്കുകയാണ്. ഒരുവന് 5 കൊടുത്തു, 5 ദിരഹ്മ കൊടുത്തു, മറ്റൊരുവന് 2 കൊടുത്തു, മറ്റൊരുവന് 1 കൊടുത്തു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ ശേഷം, വളരെ കാലം കഴിഞ്ഞ ശേഷം അവൻ തിരിച്ചു വന്ന് തൻ്റെ ദാസന്മാരുടെ അടുത്ത് വന്നിട്ട് അവർ കണക്ക് തീർക്കുകയാണ്. താൻ കൊടുത്തിട്ട് പോയ ദിരഹ്മകളെ തിരിച്ചു ചോദിക്കുകയാണ്. തിരിച്ചു ചോദിക്കുമ്പോഴോ 5 കിട്ടിയവൻ വന്ന് പറയുകയാണ്, യജമാനനെ ഞാൻ 5 കൂടെ നേടി. 2 കിട്ടിയവൻ വന്ന് പറയുകയാണ്, ഞാൻ 2 കൂടെ നേടി. എന്നാൽ 1 കിട്ടിയവൻ വന്ന് പറഞ്ഞത്, യജമാനനെ, നീ വിതയ്ക്കാത്തിരുന്ന് കൊയ്യുന്നവനും ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവനും എന്ന് അറിയുകൊണ്ട് ഞാൻ നീ തന്നതിനെ ഭദ്രമായി കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്നുള്ളൊരു കാര്യമാണ് അവിടെ താൻ പറയുവാനിടയായിത്തീർന്നത്. അപ്പോ അവിടെ ആ യജമാനൻ കൊടുത്തൊരു മറുപടിയാണ് ആർക്ക് വേണ്ടി കിട്ടി? ഈ 5 കൂടെ നേടിയവനും 2 കൂടെ നേടിയവനുമായിട്ട് യജമാനൻ കൊടുത്ത മറുപടിയാണ് നാം അവിടെ കേട്ടത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന്. ഈ കൊടുത്ത ഒന്നിനെ, അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടവനെ ദൈവം വിളിച്ചത് നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ എന്നല്ല. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ തന്നുകൊണ്ടാണ് ഈ ലോകത്താക്കിയിരിക്കുന്നത്. അതിലെത്രത്തോളം വിശ്വസ്തത നാം പുലർത്തുന്നു എന്നുള്ളത് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുക. അവിടെ ആ യജമാനൻ 5 കൊടുത്തപ്പോൾ, ഓക്കെ 5 കിട്ടിയല്ലോ, ഈ 5 വെച്ചുകൊണ്ടിരിക്കാമെന്നല്ല, അതിനെ കൊണ്ടുപോയി വ്യാപാരം ചെയ്ത് 5 കൂടെ നേടിയെന്നോ. നമുക്ക് എന്താണോ നമുക്ക് തന്നിട്ടുള്ള, ദൈവം തന്നിട്ടുള്ള ഒരു കൃപ, അല്ലെങ്കിൽ ഓരോ വരങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങൾ, അതിൽ നാം എത്രത്തോളം നീതി പുലർത്തുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? ഇവിടെ യജമാനൻ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതവർ നിറവേറ്റി. ഇനി നമ്മെക്കുറിച്ച്, അഥവാ പിതാവായ ദൈവം നാം ഓരോരുത്തരെയും കുറിച്ചും ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രധാനമായിട്ടും അനേക കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും പോകുന്നില്ല. എന്നാൽ പ്രധാനമായിട്ട് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-20 വചനങ്ങളെ നമുക്ക് കേൾക്കാം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ തന്റെ ശിഷ്യന്മാർ കൂടി നിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് അരുളി ചെയ്ത കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന്.
പ്രിയമുള്ളവരെ, നാം ഒരുപക്ഷെ ഈ തിരുവചനം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് വർഷങ്ങൾ, കാലങ്ങൾ അനേകമായിട്ടുണ്ടായിരിക്കാം. നാം ആ ദൈവസന്നിധിയിൽ വിശ്വസ്തരാണോ എന്ന് ചിന്തിക്കേണ്ടത് ഈ ഒരു വചനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തേണ്ട അനേക സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ നാം പുലർത്തണം. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു യജമാനൻ തൻ്റെ ദാസനിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ആ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ്. നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് സ്വർഗസ്ഥനായ ദൈവമാണ്. നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത് ആ യജമാനൻ ദാസന്മാരായിരിക്കുന്ന നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് യജമാനന്റെ ഇഷ്ടം നിറവേറ്റുവാനാണ്. ആ യജമാനൻ നമ്മോട് പറഞ്ഞിട്ട് പോയത് എന്താണ്? നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എങ്ങനെ? ഈ നാമത്തിൽ, ക്രിസ്തുവിന്റെ നാമം പറഞ്ഞിട്ടോ. നിങ്ങൾ അനുഭവിച്ച ആ സത്യസുവിശേഷം, നിങ്ങൾ അനുഭവിച്ച ആ ക്രിസ്തു മാർഗം എന്നുള്ളത്, അല്ലെങ്കിൽ ആ സത്യസുവിശേഷം എന്നുള്ളത്, ആ ജീവനുള്ള സുവിശേഷം എന്നുള്ളത് നാം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കേണ്ടതാണ്. നമ്മിൽ നിന്ന് ഒരു ദാസൻ എന്നുള്ള നിലയിൽ നമ്മിൽ നിന്ന് നമ്മുടെ യജമാനനായ സ്വർഗസ്ഥനായ ദൈവം നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെ നാം അതിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നാം ഒരുപക്ഷെ നമ്മുടെ യജമാനന്റെ ഇഷ്ടത്തിൽ നാം ജീവിക്കുന്ന, അല്ലെങ്കിൽ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നാം കേട്ടല്ലോ, വിശ്വസ്തതയുള്ള ദാസൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവനാണ്. ഇനി വിശ്വസ്ത ദാസൻ അല്ല എങ്കിൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കുക. കാരണം ഇവിടെ നാം കേട്ടു, വിശ്വസ്തനായിരിക്കുന്ന ദാസൻ ഉണ്ടെങ്കിൽ അവിശ്വസ്ത ദാസനുമുണ്ട്. ആ വിശ്വസ്ത ദാസൻ ഉണ്ടാകുന്ന അവസ്ഥ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വചനമാണ് നാം ഇവിടെ വായിച്ചു കേൾക്കൊണ്ടേയിരുന്നത്. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് നാം നമ്മുടെ കുറുവാക്യത്തിൽ കേട്ടു. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുക എന്ന്. അപ്പോൾ വിശ്വസ്തനായ ദാസന് യജമാനന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ അവസരം കൊടുക്കുമ്പോൾ നല്ലവനല്ല, അഥവാ നല്ലവനല്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവിശ്വസ്തത കാണിച്ച ദാസൻ. എല്ലാവരും ദാസന്മാരാണ്, എന്നാൽ ഇതിൽ വിശ്വസ്തത കാണിച്ച ദാസന്മാരും അവിശ്വസ്തത കാണിച്ച ദാസന്മാരും എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, നാം ജീവിക്കുന്നതൊക്കെ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മെ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അവിടെ ആ ഒരു നിത്യതയുടെ ദിനങ്ങൾ, അല്ലെങ്കിൽ നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമ്മുടെ പ്രതിഫലം പങ്കുവെക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസം നാം വിശ്വസ്തദാസനായിരുന്നോ അവിശ്വസ്തദാസനായിരുന്നോ എന്നുള്ളത് അവിടെ വെളിവാകുന്ന ഒരു ദിവസം വരും. ആ ഒരു ദിവസത്തിൽ നാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നൊരു വിളിക്ക് യോഗ്യനായി തീരണമെങ്കിൽ, യോസേഫ് തന്റെ ജീവിത സാഹചര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് താൻ രാജസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ എടുക്കപ്പെട്ടു, അല്ലെങ്കിൽ രാജസന്നിധിയിലേക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ഇവിടെ ആ യജമാനൻ തന്റെ ദാസന്മാർക്ക് കൊടുത്ത ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തയോടെ ഇരുന്നവരെ തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് കാണുവാനിടയെ തീർന്നു. നമുക്ക് ഈ ലോകത്തിൽ ജീവിച്ചതിന് ശേഷം ഒരു നിത്യത ഒരുങ്ങുന്നുണ്ട്. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 31-34 വചനങ്ങളെ വായിക്കുമ്പോൾ വിശ്വസ്തതയുള്ള ദാസന് ലഭിക്കുന്ന അവകാശം എന്തോന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കിയിട്ടേ തീർന്നോ. ആ ഒരു വചനം കൂടെ വായിച്ച് ഞാൻ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും: എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. വലത്ത് സൈഡിൽ നിൽക്കുന്നവരോട് പറയുന്നതാണ്, അഥവാ വിശ്വസ്തയോടുകൂടി ജീവിച്ചവരോട് പറയുന്നതാണ്, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിനെന്ന്. പ്രിയമുള്ളവരെ, യോസേഫ് ആ ഒരു കഷ്ടതയിലൊക്കെയും
താൻ വിശ്വസ്തത സൂക്ഷിച്ചോ അവന് ആ ഒരു രാജസന്നിധി, അത് മാനുഷികമായിട്ടുള്ളതാണ്, രാജസന്നിധി ലഭിക്കുവാനായി തീർന്നു. തന്റെ യജമാനൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ഇരുന്നവരെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായി തീർന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു യജമാനനായ സ്വർഗസ്ഥനായ ദൈവം ക്രിസ്തയേശു നമുക്കൊരു മാർഗം ഇവിടെ കാണിച്ചു തന്നിട്ടാണ് പ്രിയമുള്ളവരെ പോയിരിക്കുന്നത്. ആ മാർഗത്തിൽ നാം ജീവിച്ചുകൊണ്ട് ആ നാമത്തിന് വിശ്വസ്തയുള്ളവനായിരുന്നു കൊണ്ട് നമ്മുടെ യജമാനനായ സ്വർഗസ്ഥനായ ദൈവത്തിന് ഒരു വിശ്വസ്തതയുള്ള ദാസനായി ഇരിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ലോകസ്ഥാപനം മുതൽ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യത നമുക്കും അവകാശമാക്കുവാനായി തീരും. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലവാരത്തിലൊക്കെ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നാം വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലായിരിക്കുമ്പോൾ ചില കാര്യാദികൾ നമുക്ക് ആ വിശ്വസ്തത പൂർണ്ണ വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാം ഒന്നുകൂടെ പുറകോട്ട് ചിന്തിച്ചു നോക്കാം. എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ജീവിതം, ഈ നിമിഷം മുതലുള്ള ജീവിതം ഒരു പുതിയ തീരുമാനത്തോടുകൂടെ ഇവിടെ ഭക്തനിലൂടെ കേട്ടതുപോലെ, തിരുവചനത്തിൽ നാം കേട്ടതുപോലെ ഒരു വിശ്വസ്തനായ ദാസനായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ദാസനായി ജീവിച്ച് മുന്നോട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാമെന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടെ ഞാൻ എന്റെ വചനങ്ങളെ ഇവിടെ ഉപസംഹരിക്കുന്നു. അല്പസമയം ഈ പ്ലാറ്റ്ഫോമിലോടുകൂടെ തിരുവചനം സംസാരിക്കുവാനായിട്ട് അവസരമൊരുക്കിയ പ്രാർത്ഥനാധ്വനി കൂട്ടായ്മയോടും അതിന്റെ എല്ലാ ബന്ധപ്പെട്ട കർത്തൃദാസന്മാരോടുള്ള നന്ദിയെ ഞാൻ ഇതിനത്തിൽ അറിയിക്കുന്നു. ഇതുവരെയുള്ള സമയം ഈ ചെറിയൊരു സന്ദേശം ശ്രദ്ധയോടെ ശ്രവിച്ച, ഇനിയും ശ്രവിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് സ്തുതിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, നല്ല സമയത്തിന് അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിന്റെ വിശ്വസ്തതയുള്ള ദാസൻ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് കർത്താവ് ചില ചിന്തകൾ അടിയങ്ങൾക്ക് പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഈ നാളുകളിൽ അടിയങ്ങൾ കർത്താവധിയും ഈ ലോകത്തായിരിക്കുമ്പോൾ പലവിധമായ ഉദ്ദേശങ്ങൾ അടിയങ്ങളെ കുറിച്ച് അങ്ങേക്ക് ചെയ്യുവാനുണ്ടെന്ന് മനസ്സിലാക്കുന്നപ്പ, അതിലോരോന്നിലും കർത്താവേ വിശ്വസ്തയോടുകൂടി ആയിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കർത്താവധിയോമേ, അങ്ങയുടെ സത്യസുവിശേഷം കർത്താവതി ഇനിയും ശ്രമിച്ചിട്ടില്ലാത്തവരിലേക്ക് എത്തിക്കുവാൻ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ കർത്താവതിയോമേ അടിയങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഏൽപ്പിച്ചിരുന്നിട്ടുള്ള എല്ലാ കൽപ്പനകളിലും പൂർണ്ണ വിശ്വസ്തയോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും അത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. പ്രാർത്ഥനാദിനയുടെ പ്രവർത്തനങ്ങളെ ഏറ്റു പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങൾ അനുഗ്രഹമായി തീർക്കുന്നതിനായി സ്തോത്രം. അനേക വിഷയങ്ങൾക്കൊടി നിന്ന് പ്രാർത്ഥിക്കുന്ന സഹായിക്കുന്നതിനായി സ്തോത്രം. അതിന്റെ കർത്താവതി ഓരോ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളും നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് വരുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവും മഹത്വവും പുകഴ്ച അങ്ങേക്ക് സമർപ്പിച്ചു തരുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ തന്നെ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.